എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 43 തൃണാവർത്ത വധമാണ്. തൻ്റെ ഘാതകനാകാൻ പോകുന്നവനെ കണ്ടെത്താനുള്ള കംസൻ്റെ അടുത്ത ശ്രമമാണ് തൃണാവർത്തൻ എന്ന അസുരൻ. തൃണാവർത്തൻ കണ്ണനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും അവസാനം തൃണാവർത്തനെ ഭഗവാൻ വധിക്കുന്നതുമാണ് ഈ ദശകത്തിൻ്റെ. ആദ്യം നമുക്ക് ദശകത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. അല്ലയോ ഗുരുവായൂരപ്പ, ഒരിക്കൽ ഏറ്റവും ഘനത്തോടുകൂടിയ അങ്ങയെ എടുക്കുവാൻ വയ്യാതെ മാതാവ് ശയ്യയിൽ കിടത്തിയിട്ട് അയ്യോ ഇതെന്താണ് എന്നിങ്ങനെ ശങ്കാകുലയായി ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ശ്ലോകം 1ൻ്റെ അർത്ഥം. ഇവിടെ കുട്ടിയെ ഒരിക്കൽ എടുക്കാൻ ചെന്ന യശോദാദേവിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല, ഭാരം കാരണം. അപ്പോൾ അമ്മ പെട്ടെന്ന് ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? തൻ്റെ പണികളിലാണെങ്കിലും അമ്മ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ സമയം അതിദൂരെയായി കേൾക്കപ്പെട്ട ഭയങ്കര ശബ്ദത്താലും വർദ്ധിച്ചുയർന്ന പൊടിപടലം കൊണ്ട് നിറയ്ക്കപ്പെട്ട മുഖങ്ങളോടുകൂടിയവനും ചുഴലിക്കാറ്റിൻ്റെ ആകൃതിയോടുകൂടിയവനും തൃണാവർത്തൻ എന്ന പേരോടുകൂടിയവനുമായ ആ അസുരശ്രേഷ്ഠനാവട്ടെ ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്നവനായ ഭഗവാനെ അപഹരിച്ചു എന്നാണ് 2ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇവിടെ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ എന്ന അസുരൻ എല്ലാവരുടെയും മനസ്സ് കവരുന്ന കോമളരൂപിയായ ഭഗവാനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഗോപാലന്മാരെല്ലാം വർദ്ധിച്ച പൊടി കൊണ്ടും ഇരുട്ടുകൊണ്ടും മറയ്ക്കപ്പെട്ട കാഴ്ചയോടു കൂടിയവരായിട്ട് യാതൊന്നും തന്നെ കാണുവാൻ കഴിവില്ലാതായി തീർന്നപ്പോൾ മാതാവ് അയ്യോ കുട്ടിക്ക് വല്ലതും പറ്റിയോ എന്ന് ഭഗവാന്റെ സമീപം അണഞ്ഞ് ഭഗവാനെ കാണാതെ ഉച്ചത്തിൽ കരഞ്ഞു. ഇതാണ് 3ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഇവിടെ തൃണാവർത്തൻ വന്നത് ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഠിനമായ പൊടിയും ഇരുട്ടും കാരണം ഒന്നും കാണാൻ കഴിയാതെ ഗോപന്മാർ വലഞ്ഞു. അപ്പോഴാണ് യശോദാദേവി എൻ്റെ കുഞ്ഞിന് എന്തു പറ്റിയെന്നും പറഞ്ഞ് ഭഗവാന്റെ അരികിലേക്ക് ഓടി വരുമ്പോൾ ഭഗവാനെ കാണാതെ ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ആ ദാനവേന്ദ്രനും തളർന്ന ദേഹത്തോടു കൂടിയവനായി ഭഗവാന്റെ ഭാരത്തെ വഹിക്കുകയാൽ നഷ്ടവേഗനായി തീർന്ന് നിശ്ചേഷ്ടതയെ പ്രാപിച്ചു. അതിൽ പിന്നെ പൊടിയും ശബ്ദവും ഒതുങ്ങിയ അമ്പാടിയിൽ അങ്ങയുടെ മാതാവിൻ്റെ മുറവിളി തെളിഞ്ഞു കേൾക്കുമാറായി എന്നാണ് 4ാം ശ്ലോകത്തിൽ പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു യശോദാദേവി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ പതിവില്ലാതെ ഭാരം തോന്നിയത് കാരണം എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഈ അസുരൻ ഭഗവാനെ വഹിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങിയപ്പോൾ ഭഗവാന്റെ അതിശക്തമായ ഭാരം താങ്ങാനാവാതെ ഈ അസുരൻ തളർന്നു. അങ്ങനെ അവൻ്റെ വേഗത കുറയുകയും അവൻ നിശ്ചലനാവുകയും ചെയ്തു. അപ്പോഴേക്കും പൊടിയും ശബ്ദവും അടങ്ങിയ അമ്പാടിയിൽ യശോദാദേവിയുടെ ഉച്ചത്തിലുള്ള വിലാപം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നന്ദഗോപർ ഉൾപ്പെടെയുള്ള ഗോപന്മാരെല്ലാം യശോദയുടെ രോദനം കേൾക്കിയാൽ ഗൃഹത്തിൽ വന്നെത്തി കരഞ്ഞുകൊണ്ടിരിക്കെ സകല ലോകമോക്ഷദായകനായ ഭഗവാനോട് വിട്ടയക്കാൻ അപേക്ഷിക്കുന്ന ദാനവനാകട്ടെ അങ്ങ് പിടിവിടായകയാൽ ഏറ്റവും തളർന്ന് ആകാശദേശത്തിൽ നിന്ന് താഴെ വീണു എന്നാണ് ശ്ലോകം 5ൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഇവിടെ യശോദയുടെ കരച്ചിൽ കേട്ട് നന്ദഗോപർ ഉൾപ്പെടെയുള്ള ഗോപന്മാർ ഓടിയെത്തി എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ സകലർക്കും മോക്ഷം നൽകുന്ന ഭഗവാനോട് ഭയം കാരണം താഴെ വിടാൻ അസുരൻ അപേക്ഷിച്ചെങ്കിലും ഭഗവാൻ അവനെ വിടാതെ മുറുകെ പിടിച്ചു. ഒടുവിൽ അവൻ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചു എന്നാണ് പറയുന്നത്. കരഞ്ഞു വശം കെട്ട ഗോപന്മാർ പുറത്തുള്ള പാറമേൽ വീഴുന്ന ഏറ്റവും വലിയ ശരീരത്തെയും അവൻ്റെ മാറിടത്തിൽ യാതൊരു ക്ഷീണവുമില്ലാതെ തന്നെ മനോഹരമായി മന്ദഹസിക്കുന്ന ഭഗവാനെയും ദർശിച്ചു എന്നാണ് 6ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഉണ്ണിക്കണ്ണനെ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന ഏതൊരു ഭീകര രൂപം തട്ടിക്കൊണ്ടുപോയി. അതിൽ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഗോപന്മാർ പുറത്തുള്ള പാറപ്പുറത്ത് വീണ് കിടക്കുന്ന ആ അസുരൻ്റെ കൂറ്റൻ ശരീരം കണ്ടു. അത്ഭുതമെന്നല്ലാതെ എന്തു പറയാനാണ്. അവൻ്റെ നെഞ്ചിൽ
യാതൊരു ക്ഷീണവുമില്ലാതെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, അതായത് ഉണ്ണിക്കണ്ണനെ അവർ ദർശിച്ചു എന്നാണ് പറയുന്നത്. പാറമേൽ വീണതിനാൽ ചതഞ്ഞ ആ തടിച്ച ശരീരത്തിൽ നിന്ന് വിമുക്തമായ ജീവനോട് കൂടിയ ദുഷ്ടനായ ദൈത്യൻ്റെ മേലെ കമലസദൃശ്യമായ തൃക്കൈ കൊണ്ട് അടിക്കുന്നവനും വ്യാജമായി മന്ദഹസിക്കുന്നവനുമായ അങ്ങയെ സമീപിച്ച് വലിയ പർവ്വതത്തിൽ നിന്ന് നീലരത്നക്കല്ലിനെ എന്ന പോലെ ഗോപന്മാർ കടന്നെടുത്തു എന്നാണ് 7-ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇവിടെ പാറമേൽ വീണ് ചതഞ്ഞരഞ്ഞ് പ്രാണൻ പോയ ദുഷ്ട അസുരൻ്റെ മേൽ താമരമലർ പോലുള്ള തൃക്കൈകൾ കൊണ്ട് അടിച്ചു കളിക്കുന്ന ഭഗവാനെ ഗോപന്മാർ ഓടി വന്നെടുത്തു. മഹാപർവ്വതത്തിൽ നിന്ന് നീലരത്നം കണ്ടെടുത്തതുപോലെ എന്നാണ് ഇതിനെ ഭട്ടതിരിപ്പാട് ഉപമിച്ചത്. ഓരോരുത്തരായി വേഗത്തിൽ എടുത്തുകൊണ്ട് അത്യന്തം സന്തുഷ്ടരായ നന്ദഗോപർ തുടങ്ങിയ ഗോപന്മാരാൽ ആലിംഗന ചുംബനാദികൾ ചെയ്ത് പരിപാലിക്കപ്പെട്ട അംഗങ്ങളോട് കൂടിയവനും എടുക്കുവാൻ ആഗ്രഹിച്ച് പുരുഷന്മാരോട് കുട്ടിയെ ചോദിച്ചു വാങ്ങുവാനുള്ള സങ്കോചത്താൽ ശങ്കിച്ചു നിൽക്കുന്ന ഗോപികളുടെ കരാംബുജങ്ങളിലേക്ക് ചാടിയവനുമായ ഭഗവാനെ ഞാൻ സ്തുതിച്ചു കൊള്ളുന്നു എന്നാണ് ശ്ലോകം 8-ൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇവിടെ കുട്ടിയുടെ ജീവൻ ആപത്തൊന്നുമില്ലെന്നറിഞ്ഞ സന്തുഷ്ടരായ നന്ദഗോപർ തുടങ്ങിയവർ മാറി മാറി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തു. പക്ഷേ കുഞ്ഞിനെ എടുക്കാൻ ആഗ്രഹിച്ചും എന്നാൽ പേടിച്ചു നിന്ന ഗോപസ്ത്രീകളുടെ കൈകളിലേക്ക് അവരുടെ മനസ്സറിഞ്ഞതുപോലെ അവരുടെ കൈകളിലേക്ക് ഭഗവാൻ സ്വയം ചെല്ലുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നമ്മൾ ഇനി എന്തു ചെയ്യും? ആശ്രിതന്മാരുടെ സങ്കടങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ശ്രീ ഗോവിന്ദൻ തന്നെ നമ്മുടെ കുമാരനെ കാത്തു രക്ഷിക്കട്ടെ എന്ന് തുടങ്ങി അല്ലയോ ഭഗവാൻ. ആ സമയത്ത് മാതാവ് പിതാവ് മുതലായ എല്ലാവരാലും അങ്ങയുടെ സംരക്ഷണത്തിനായി അങ്ങയെ തന്നെ വഴിപോലെ പ്രാർത്ഥിച്ചു എന്നാണ് 9-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഗോകുലത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു അവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ശക്തരായ രാക്ഷസരാണ് കുഞ്ഞിനെ ഉപദ്രവിക്കാനായി വരുന്നത്. ഭക്തരുടെ ദുഃഖം തീർക്കുന്ന ആ ഭഗവാൻ തന്നെ നമ്മുടെ മകനെ രക്ഷിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്നു. ഇവിടെ ഗോകുലത്തിലുള്ള ആർക്കും അറിയില്ല ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന്. അല്ലയോ വാതാലയേശ, വാദസ്വരൂപനായ അസുരനെ ഇപ്രകാരം നിഗ്രഹിച്ച് നിന്തിരുവടി വാദദോഷത്താലുണ്ടായ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അഥവാ എന്തു തന്നെയാകട്ടെ രോഗത്തിൻ്റെ നിശേഷമായ ശാന്തിയെ വീണ്ടും ഭഗവാനോട് അർത്ഥിച്ചു കൊള്ളുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് 10-ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. അതായത് കാറ്റിൻ്റെ രൂപത്തിൽ വന്നെത്തിയ അസുരനെ നിഗ്രഹിച്ച് മോക്ഷം നൽകിയ അവിടുന്ന് വാദദോഷം കൊണ്ടുണ്ടായ എൻ്റെ രോഗങ്ങളെ എന്തുകൊണ്ടാണ് നശിപ്പിക്കാത്തത്? ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ രോഗങ്ങളെല്ലാം പൂർണ്ണമായി ഭേദമാക്കാൻ ഞാൻ വീണ്ടും വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 10-ാമത്തെ ശ്ലോകം രോഗശാന്തിക്കായി ഭക്തർ നിത്യവും ജപിക്കാറുണ്ട്. ഇനി നമുക്ക് ദശകം മുഴുവനായും ചൊല്ലി നോക്കാം. ദശകം 43 തൃണാവർത്തവദം. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വാമേകദാ ഗുരുമരുത്പുരനാദവോടും ഗാഢാതിരൂഢകരിമാണമപാരയന്തി മാതാനിദായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ താവത് വിദൂരമുപകന്നിത ഘോരഘോഷാ വ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശാ വാത്യാവഭുസ്സകില ദൈത്യവരസ്തൃണാവർത്താ ആഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധാ താവത് സദാനവവരോപി ജദീനമൂർത്തിർ ഭാവത്കപാരപരിധാരണലൂനവേഗാ സങ്കോചമാപതനുഷ്യതപാംസു ഘോഷേ ഘോഷേ വ്യദായത ഭവജ്ജനനീ നിനാദാ
രോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദൽസു നന്ദമുഖഗോപകുലേഷു ദീനാ ത്വാം ദാനവസ്തുഖില മുക്തികരം മുമുക്ഷു ത്വയ്യപ്രമുഞ്ചതി പപാദവിയത്പ്രദേശാത് രോദാകുലാസ്തദനു ഗോപഗണാ ബഹിഷ്ടാ പാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈഷ്യന്തഹന്തനിപതന്തമമുഷ്യ വശസി അക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം ഗ്രാവപ്രപാദപരിപിഷ്ടഗരിഷ്ടദേഹാ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യാ ഗോപാദദുർഗിരിവരാദിവ നീലരത്നം ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദ നന്ദാദിഗോപരിരബ്ധവിജുംബിതാംഗം ആദാതു കാമപരിശങ്കിതഗോപനാരീ ഹസ്താംബുജപ്രപതിതം പ്രണുമോ ഭവന്തം ഭൂയോപി കിം नु कृणुमप्रणतार्तिहारी ഗോവിന്ദ ഏവ പരിപാലയദാത്സുതം ന ഇത്യാദിമാദരപിതൃപ്രമുഖൈസ്തദാനീ സംപ്രാർത്ഥിതസ്തദവനായ വിഭോ ത്വമേവ വാദാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമു നോദുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.